ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഡോ യു എസ് ഇഞ്ച് ക്ലോസർ ടു ലിമിറ്റഡ് ട്രേഡ് എഗ്രിമെന്റ്സ്. അതായത് ഇൻഡോ യു എസ് ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്സുമായിട്ട് ഫൈനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അത്. നെക്സ്റ്റ്, ബാഡ് ബ്ലഡ് ഇന്ത്യ ആൻഡ് കാനഡ മസ്റ്റ് യൂസ് എവറി ഓപ്പർച്യൂണിറ്റി ടു റീസെറ്റ് ടൈസ്. അതായത് ഇൻഡോ കാനഡ റിലേഷൻ വളരെയധികം മോശമായ ഒരു സ്റ്റേറ്റിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് G7 സമ്മിറ്റിന്റെ സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട് ഇന്ത്യനെ ക്ഷണിച്ചിട്ടുള്ളത്. സോ ആ ഒരു ഇൻവിറ്റേഷൻ എത്രത്തോളം ഇൻഡോ കാനഡ റിലേഷൻഷിപ്പിനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, Constitution does not avoid its gaze from caste, poverty, injustice. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതായത് പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് ഗവായ് ചുമതലയേൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേണി അതിൽ എത്രത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ പങ്കുവഹിച്ചു, ഇന്ത്യ മൊത്തത്തോളം ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, സെബി സെറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഡെഡിക്കേറ്റഡ് UPI ഹാൻഡിൽ ഫോർ ഇന്റർമീഡിയറീസ്. അതായത് സെബി പുതിയ ഒരു UPI ഹാൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് ഇന്റർമീഡിയറീസിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ആ ഒരു ആർട്ടിക്കിളിലുള്ളത്. നെക്സ്റ്റ്, വയലന്റ് ക്രൈംസ് ബൈ ജുവനൈൽസ് ഹാവ് ഇൻക്രീസ്ഡ് ഇൻ ഇന്ത്യ. അതായത് ബ്രിട്ടീഷ് സീരീസ് ആയിട്ടുണ്ടായിരുന്ന അഡോളസൻസ് എന്ന സീരീസ് വളരെയധികം ജുവനൈൽ ക്രൈംസിനെ കുറിച്ച് ലോകമെമ്പാടും ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ച് ഇന്ത്യയിൽ എത്രത്തോളം ജുവനൈൽ ക്രൈംസ് ഉണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ വളരെ ഡെപ്തിൽ അനാലിസിസ് നടത്തുന്നത്. സോ ഇനി ഓരോ ആർട്ടിക്കിളിലൂടെ നമുക്ക് കടന്നു പോകാം. ഇന്നത്തെ ന്യൂസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് വൺ, ഇൻഡോ US ഇഞ്ച് ക്ലോസർ ടു ലിമിറ്റഡ് ട്രേഡ് എഗ്രിമെൻറ്റ്. അതായത് ഇന്ത്യ US അവരുടെ ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ് ഈ ഒരു ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ റീസെൻറ്റ് റൗണ്ട് ഓഫ് നെഗോസിയേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യൻ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ US വിസിറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ US ഭാഗത്ത് നിന്ന് വീക്ക് ലോങ് വിസിറ്റ് ഇന്ത്യയിലേക്കും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എഗ്രിമെൻ്റ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് US താരിഫ് ഇമ്പോസിഷനാണ്. കാരണം സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും താരിഫ് അവർ 50% ആയിട്ട് ഡബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു എഗ്രിമെൻറ്റിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. സോ ഈ ഒരു എഗ്രിമെന്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൾട്ടി സെക്ടർ ട്രേഡ് ആണ്. രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ മ്യൂച്വലി ബെനഫിഷ്യൽ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ട്രേഡാണ് നമ്മൾ ഈ ഒരു എഗ്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന താരിഫ് ഇമ്പോസിഷന് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കുറച്ച് കീ വേർഡ്സുകളുണ്ട്. ഫസ്റ്റ് വൺ, ഇൻഡം ഓർ മിനി ഡീൽ അല്ലെങ്കിൽ ഇൻഷുർ ട്രാൻജെ. അതായത് ലിമിറ്റഡ് കൺസെഷന്റെ പുറത്ത് രണ്ട് രാജ്യങ്ങളും ഫൈനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുക. അതായത് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ മാർക്കറ്റ് അസസ്, താരിഫ് റിഡക്ഷൻസ്, നോൺ താരിഫ് ബാരിയേഴ്സ് ഈസി ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് രാജ്യങ്ങളും ലിമിറ്റഡ് കൺസെഷൻ എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ ഇൻഷുർ ട്രാൻജെ എന്ന് പറയുക. ദെൻ സെക്ഷൻ 232 താരിഫ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം. അതായത് US നാഷണൽ സെക്യൂരിറ്റി അതോറിറ്റി 25% നിന്ന് 50% ആയിട്ട് ഈ സ്റ്റീലിനും അലൂമിനിയത്തിൻ്റെയും താരിഫ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു താരിഫ് എന്ന് പറയുന്നത് ഈ ഒരു എഗ്രിമെന്റ് തന്നെ വളരെയധികം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ അതിനായിട്ടുള്ള എക്സംഷൻസും അല്ലെങ്കിൽ കൺസെഷൻസും ഒക്കെ US ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദെൻ മാർക്കറ്റ് അസസ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. അതായത് ഇനിയും ടോക്ക് പ്രോഗ്രസ് ആക്കേണ്ട 3 മേഖലകളുണ്ട്. അതിലൊന്ന് ഇൻഡസ്ട്രിയൽ ഗുഡാണ്. കാരണം ഓട്ടോസ് ആൻഡ് മെഷീനറി എന്നുള്ളത് വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോക്കുകൾ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അഗ്രികൾച്ചർ ഗുഡ്, അതായത് ഇന്ത്യ ഫുൾ മാർക്കറ്റ് ഓപ്പണിങ്, ഈ പറഞ്ഞ വീറ്റിനായാലും ഡയറിക്കായാലും കോണിനായാലും ഒക്കെ ഒരു ഫുൾ മാർക്കറ്റ് ഓപ്പണിങ് ഇന്ത്യ ചെയ്യാൻ തയ്യാറായിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ ഹൈ വാല്യൂ നട്ട്സുകളായ ആൽമണ്ട്, വാൾനട്ട്സ് തുടങ്ങിയവയ്ക്കൊക്കെ ഇന്ത്യ താരിഫ് റേറ്റ് കട്ട് ഓഫർ ചെയ്തിട്ടും ഉണ്ട്. ദെൻ ഡിജിറ്റൽ ട്രേഡ് ആൻഡ് കസ്റ്റം ഫെസിലിറ്റേഷൻ, വളരെ സ്മൂത്തറായിട്ടുള്ള രീതിയിൽ കൊമേഴ്സ് പ്രൊമോട്ട് ചെയ്യുക. അതേണക്ക് തന്നെ ക്രോസ് ബോർഡർ ഡേറ്റ ഫ്ലോ വളരെയധികം എഫിഷ്യൻ്റ് ആക്കുക, കസ്റ്റം പ്രോസസ്സ് കുറച്ചും കൂടെ സ്ട്രീം ലൈൻഡ് ആക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും ടോക്സ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ബയലാറ്ററൽ റിലേഷൻസ്, ട്രേഡ് എഗ്രിമെന്റ്സ്, ഇൻഡോ US റിലേഷൻസ്, എക്കോണമിക് ഡിപ്ലോമസി, ഇമ്പാക്ട് ഓഫ് താരിഫ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. നെക്സ്റ്റ് ന്യൂസിലേക്ക് നമുക്ക് പോകാം. Bad blood, India and Canada must use every opportunity to reset ties.
അതായത് ഇൻഡോ കാനഡ റിലേഷൻ വളരെയധികം മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് G7 സബ്മിറ്റ് ഭാഗമായിട്ട് ഇന്ത്യനെ സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് കനേഡിയൻ പ്രൈം മിനിസ്റ്ററായ മാർക്ക് കാർണി വിളിച്ചിട്ടുള്ളത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്രമോദി കനാൻസ്കിയിലേക്ക് ആൽബർട്ട കാനഡയിലേക്ക് യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം നമുക്ക് ഇൻഡോ കാനഡ റിലേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, ഇത് എത്രത്തോളം അതിനെ ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ ഇത്രത്തോളം ഇൻഡോ കാനഡ റിലേഷൻസ് മോശമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഖാലിസ്ഥാനി ആക്ടിവിസ്റ്റ് ആയിരുന്ന ഹർദീപ് സിംഗ് നജറിന്റെ അസാസിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. 2023 തൊട്ട് ഇൻഡോ കാനഡ ബയലാറ്ററൽ റിലേഷൻ വളരെയധികം മോശമായ രീതിയിൽ കൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്ലോമാറ്റിക് സ്റ്റാഫിനെ അവർ 1/3 ആയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ കാനഡ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ടോക്കുകളിൽ നിന്നൊക്കെ അവർ പിന്മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ കനേഡിയൻസിന് വിസ സർവീസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സെറ്റ് ബാക്കുകൾക്കിടയിൽ പോലും ഇന്ത്യൻ ഡയസ്പോറ കാനഡയിൽ വളരെയധികം കൂടുതലാണ്. പീപ്പിൾ ടു പീപ്പിൾ ടൈസ് വളരെയധികം സ്ട്രോങ് ആയിട്ട് നമുക്ക് കാനഡയിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള കീ ഡെവലപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ലോ എൻഫോഴ്സ്മെന്റ് ഡയലോഗ് രണ്ട് രാജ്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിജറിന്റെ കേസ് വളരെയധികം രീതിയിൽ രണ്ട് രാജ്യങ്ങളും കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളത് തീരുമാനം രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു ഹർദീപ് സിംഗ് നജറിന്റെ അസാസിനേഷൻ എന്ന് പറയുന്നത് കാനഡയ്ക്കായാലും അതേണക്ക് തന്നെ ഇന്ത്യക്കായാലും ഒക്കെ ഒരുപാട് സെക്യൂരിറ്റി കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള തീരുമാനം. അതേണക്ക് തന്നെ ഈ പറഞ്ഞ കനാൻസ്കി സമ്മിറ്റ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും റിലേഷൻസ് കുറച്ചും കൂടി റീസെറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം സസ്റ്റൈൻഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇൻഡോ കാനഡ റിലേഷൻ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ G7 സമ്മിറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 2025 G7 സമ്മിറ്റിന്റെ സ്പെഷ്യൽ ഇൻവൈറ്റി എന്നുള്ളത് ഇന്ത്യയാണ്. അതേണക്ക് തന്നെ ലൊക്കേഷൻ കനാസ്കിസ് ആൽബർട്ട കാനഡയാണ്. ഡേറ്റ്സ് ജൂൺ 15 to 17 നടക്കുന്നത്. മാർക്ക് കാർണി എന്ന് പറയുന്നത് കാനഡയുടെ കറന്റ് പ്രൈം മിനിസ്റ്റർ ആണ്. അതേണക്ക് തന്നെ ഇൻഡോ കാനഡ ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത്രത്തോളം ട്രിഗർ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഹർദീപ് സിംഗ് നജറിന്റെ അസാസിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. 2023 തൊട്ടേ ഈ ഒരു ഇഷ്യൂ ഇപ്പോഴും പെർസിസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കാനഡയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അവരുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ടോക്കിൽ നിന്ന് അവർ പിന്മാറിയിട്ടുണ്ടായിരുന്നു. അതേണക്ക് തന്നെ പലപ്പോഴും ഡിപ്ലോമാറ്റ്സിൻ്റെയൊക്കെ സ്ട്രെങ്ത് വളരെയധികം കുറച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് അവരുടെ വിസ സർവീസും കാര്യങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേണക്ക് തന്നെ ഇന്ത്യ തിരിച്ചും ഡിപ്ലോമാറ്റ്സിനെയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. സോ ലോ എൻഫോഴ്സ്മെന്റ് ഡയലോഗ് നിജറിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഖാലിസ്ഥാൻ ഇഷ്യൂ എന്ന് പറയുന്നത് 1970s തൊട്ടേ ഇന്ത്യനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ പഞ്ചാബ് റീജിയനിൽ നിന്ന് ഒരു സെപ്പറേറ്റ് 6 സ്റ്റേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഖാലിസ്ഥാൻ മൂവ്മെന്റിന്റെ സ്റ്റാർട്ടിങ് 1970s തൊട്ടേ. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. സോ സ്റ്റിൽ ഖാലിസ്ഥാൻ ഇഷ്യൂ വളരെയധികം ഒരു ബാഡ് സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കാനഡയിലെ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് 1.86 മില്യൺ പീപ്പിൾ ആണ്. ഓക്കെ, സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻഡോ കാനഡ റിലേഷൻസ്, ഡയസ്പോറ, G7 ഔട്ട്റീച്ച് സിഗ്നിഫിക്കൻസ് ഫോർ ഇന്ത്യ, ഖാലിസ്ഥാൻ മൂവ്മെന്റ്, ക്രോസ് ബോർഡർ ത്രെഡ്സ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഈ പറഞ്ഞ ഇൻഡോ കാനഡ റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് തേർഡ് വൺ, Constitution does not avert its gaze from caste, poverty, injustice. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതായത് പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് ഗവായി ചുമതലയേൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജേർണി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ഒരു അൺടച്ചബിൾ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ അദ്ദേഹം ഉയർന്നു വന്നു എന്നുള്ള രീതിയിലേക്കും അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പങ്കും അദ്ദേഹം വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അദ്ദേഹം ക്വൈറ്റ് റെവല്യൂഷൻ എക്സ്ഡ് ഇൻ ഇങ്ക്, അതായത് എത്രത്തോളമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാത്രമല്ല ഇന്ത്യ എമ്പാടും എത്രത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ ആൾക്കാരുടെയും ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്. കാസ്റ്റ് ആയാലും പോവർട്ടി ആയാലും ഇൻജസ്റ്റിസ് ആയാലും എത്രത്തോളം ട്രാൻസ്ഫോം ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷന് സാധിച്ചു, എത്രത്തോളം ഡിഗ്നിറ്റി ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ ആൾക്കാർക്കും കൊടുക്കാൻ കോൺസ്റ്റിറ്റ്യൂഷന് സാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്രയും സോഷ്യൽ സ്റ്റിഗ്മയിൽ നിന്ന് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയ ആ ഒരു ജേർണി വളരെയധികം എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എംപവറിംഗ് വോയിസ് തന്നെ ആയിരുന്നു.
എത്രത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ മാർജിനലൈസ്ഡ് വോയിസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ദളിത്സ് ആയാലും ആദിവാസീസ് ആയാലും വുമൺസ്, മൈനോറിറ്റീസ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഇവരെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളമാണ് റീഷേപ്പ് ചെയ്യുന്നതെന്ന് അദ്ദേഹം എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻഡ് സോഷ്യൽ ഡെമോക്രസി, അംബേദ്കറിന്റെ സോഷ്യൽ ഡെമോക്രസിനെ കുറിച്ചും അദ്ദേഹം ആ ഒരു സ്പീച്ചിൽ വാചാലനാകുന്നുണ്ട്. സോ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബേസ് മാത്രമായിരിക്കരുത്, കമ്മ്യൂണിറ്റീസ് ത്രൂ ആയിരിക്കണം റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ നടക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സബാൾട്ടൺ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി നമ്മൾ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ റെഫർ ചെയ്യുന്ന ടേമാണ്. അതായത് ദളിത്സ്, ആദിവാസീസ്, വുമൺ, മൈനോറിറ്റീസ്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇവരെല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഡ്രാഫ്റ്റിനകത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അല്ലാണ്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ബെനിഫിറ്റ്സ് മാത്രം നേടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചവരായിരുന്നില്ല എന്നാണ് ഈ സബാൾട്ടൺ ഇൻക്ലൂഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് മോറൽ ക്യാരക്ടർ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലോ എന്നതിനപ്പുറം മോറൽ ആൻഡ് സോഷ്യൽ ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് സോഷ്യൽ ഡെമോക്രസി അത് അത്രയും എക്കോ ചെയ്ത് പറയുന്നത് അംബേദ്കർ ആയിരുന്നു. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടല്ല നമ്മൾ പവർ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഓരോ കമ്മ്യൂണിറ്റികൾക്കിടയിൽ നമ്മൾ പവർ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു സോഷ്യൽ ഡെമോക്രസി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS4ലുമൊക്കെ ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് റെപ്രസെൻറ്റേഷൻ, ലീഡർഷിപ്പ് റൂട്ടഡ് ഇൻ ഇൻക്ലൂസിവിറ്റി, ഡിഗ്നിറ്റി ആൻഡ് മോറൽ ഗവേണൻസ് തുടങ്ങിയ തീമിലൊക്കെ ഈ ടോപ്പിക്ക് നമുക്ക് വളരെയധികം റെലവൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. നെക്സ്റ്റ്, സെബി സെറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഡെഡിക്കേറ്റഡ് UPI ഹാൻഡിൽ ഫോർ ഇന്റർമീഡിയറീസ്. അതായത് സെബി ഇന്റർമീഡിയറീസിനായിട്ട് പുതിയൊരു UPI ഹാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അറ്റ് വാലിഡ് എന്ന പേരിൽ. അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അതിന്റെ പെയ്ഡ് അപ്പ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് December 11, 2026 ആണ്. കാരണം 8,000 to 9,000 സെബി രജിസ്റ്റേർഡ് ഇന്റർമീഡിയറീസ് ഈ ഒരു പുതിയ UPI ഹാൻഡിലേക്ക് മാറണമെന്നാണ് സെബി ആവശ്യപ്പെടുന്നത്. അതിനൊക്കെ തന്നെ ഫ്രോഡ് അലേർട്ട് ഐക്കൺ ഇതിൽ ഉണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായാലും അതേണക്ക് തന്നെ നോൺ ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനെ ആയാലും അവരെ അതേപോലെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ഇനി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ NPCI നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതൊരു അംബ്രല്ല ബോഡിയാണ്. സെബി ആയിട്ട് കൊലാബറേറ്റ് ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്. വാലിഡ് UPI ഹാൻഡിൽസിന്റെ ഇഷ്യൂസും കാര്യങ്ങളും വാലിഡേറ്റ് ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന NPCI ആണ്. ദെൻ SIP സിസ്റ്റമിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, ഇതൊരു റെക്കറിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റി ആണ്. സോ ഈ ഒരു ന്യൂ UPI റെജിം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെ SIP ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് ഡിസിഷൻ. ആൻഡ് ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 5 lakh per day തന്നെയാണ് സെബി റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കാരണം പ്രൂഡന്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് എൻഷുർ ചെയ്യാനായിട്ട് കുറെ കൂടെ മാർക്കറ്റ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ പോകാനായിട്ട് കൂടിയാണ് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ലിമിറ്റ് 5 lakh per day തന്നെ സെബി റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഗവേണൻസ് ആൻഡ് റെഗുലേഷൻ, ഇന്ത്യൻ എക്കോണമി ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടർ, ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ന്യൂസ്, വയലന്റ് ക്രൈംസ് ബൈ ജുവനൈൽസ് ഹാവ് ഇൻക്രീസ്ഡ് ഇൻ ഇന്ത്യ. അതായത് ജുവനൈൽ ക്രൈംസ് വളരെയധികം ക്രൈംസിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ആർട്ടിക്കിളാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രിട്ടീഷ് മിനി സീരീസ് അഡോളസൻസ് സീരീസ് ഒരുപാട് ജുവനൈൽ ക്രൈംസിനെ കുറിച്ചും അതിൻ്റെ കാരണങ്ങളെ കുറിച്ചും ഒക്കെ ലോകമെമ്പാടും ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ജുവനൈൽ ക്രൈംസ് ഏറ്റവും കൂടുതൽ അതായത് ബോയ്സിൻ്റെയിലാണ്. അതേണക്ക് തന്നെ സൈബർ ബുള്ളിങ്, ഇൻസെൽ, സബ് കൾച്ചർ, കാഷ്വൽ ഓൺലൈൻ മിസോജിനി, അഡോളസൻ ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ ആ ഒരു സീരീസിൽ വളരെയധികം കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇഷ്യൂ അത്രത്തോളം പ്രോമിനൻ്റ് ആയിട്ട് ലോകത്തിന് മുന്നിൽ വന്നത് ആ ഒരു സീരീസിലൂടെയായിരുന്നു. നമ്മൾ ഇന്ത്യക്കും ഈ ഒരു ഇഷ്യൂ വളരെയധികം ബാധകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം ജുവനൈൽ കേസുകളാണ് നമുക്കിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളത്. സോ നമ്മൾ ഡേറ്റ പരിശോധിക്കുമ്പോൾ 2016 32.5% ആയിരുന്നു ജുവനൈൽ കേസുകൾ. പക്ഷെ 2022 ആയപ്പോൾ അത് 49.5% എന്ന രീതിയിലേക്ക് അത്രത്തോളം ഹൈക്ക് ജുവനൈൽ കേസിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ഏതൊക്കെയാണ് അതിൻ്റെ മേജർ വയലന്റ് ഒഫൻസസ് എന്ന് നമുക്ക് നോക്കാം. റേപ്പ്, സെക്ഷൽ അസോൾട്ട് തുടങ്ങിയ സെക്ഷൽ ഒഫൻസുകൾ അതിലുണ്ട്. മർഡർ, ബോഡിലി ഇഞ്ചുറി, അറ്റംപ്റ്റഡ് മർഡർ തുടങ്ങിയ ഫിസിക്കൽ വയലൻസ് ഉണ്ട്. ആസൺ, ഡെക്കോയിറ്റി, റോബറി അങ്ങനെ അതർ വയലന്റ് ഒഫൻസുകൾ നമുക്ക് ഈ പറഞ്ഞ ജുവനൈൽ കേസുകളിൽ കാണാൻ സാധിക്കും. ഇനി സ്റ്റേറ്റ് വൈസ് ഡേറ്റ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ജുവനൈൽ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് മധ്യപ്രദേശിലാണ്. 21.8% കേസുകളും
അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ മഹാരാഷ്ട്ര, ദെൻ രാജസ്ഥാൻ എന്നിങ്ങനെയാണ് കണക്കുകൾ പോകുന്നത്. ഡൽഹിയിലും 6.8% എന്ന രീതിയിൽ ജുവനൈൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ഒരു സ്മാൾ സൈസുള്ള ഡൽഹിയിൽ പോലും ഇത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ആശങ്കാജനകമായ വസ്തുതയാണ്. ദെൻ ഷെയർ ഓഫ് വയലന്റ് ജുവനൈൽ ക്രൈംസ് വിത്തിൻ സ്റ്റേറ്റ്, ജാർഖണ്ഡിൽ അത് 67% ആണ്. നമ്മൾ നോക്കുമ്പോൾ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ഈ പറഞ്ഞ ജുവനൈൽ ക്രൈംസിന്റെ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ ഒരു ഡേറ്റയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അഡോളസൻസ് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ഒരു ബ്രിട്ടീഷ് മിനി സീരീസ് ആയിരുന്നു. അത് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് അഡോളസൻസ് വയലൻസ്, സൈബർ ബുള്ളിങ്, ഓൺലൈൻ മിസോജിനി തുടങ്ങിയ കാര്യങ്ങൾക്ക് വെച്ചിട്ടായിരുന്നു ആ ഒരു സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ജുവനൈൽ വയലന്റ് ക്രൈംസ് അതിൽ റേപ്പ്, മർഡർ, ബോഡിലി ഇഞ്ചുറി, റോബറി, ആർസൺ, ഡെക്കോയിറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. റൈസിംഗ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, കാരണം 32.5% നിന്ന് 49.5%ലേക്ക് ഒരു ഡബിൾ എന്ന രീതിയിലേക്ക് തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ജുവനൈൽ കേസുകളും എത്തിയിട്ടുണ്ട്. സോ സ്റ്റേറ്റ് വൈസ് ഹോട്ട്സ്പോട്ട് നോക്കുമ്പോൾ മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ജുവനൈൽ ക്രൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈ ഇൻസിഡൻസ് സ്റ്റേറ്റ്സ് പ്രൊപ്പോർഷണാലിറ്റി നോക്കുമ്പോൾ ജാർഖണ്ഡ്, ത്രിപുര, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്കായിരിക്കും കൂടുതലും ആ ഒരു ഹൈ ഇൻസിഡൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ഇന്ത്യ ഹൈ റിസ്ക് സോൺസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജുവനൈൽ ക്രൈംസ് അത്രത്തോളം വയലന്റ് ആയിട്ട് ആ സ്റ്റേറ്റുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദെൻ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട്, ജുവനൈൽ ഒഫൻസുകൾ ഗവേൺ ചെയ്യാനും അതേണക്ക് തന്നെ അവരെ റീഹാബിലിറ്റേഷൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വന്ന ആക്ട് ആയിരുന്നു ഈ പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS1, GS2, GS3 ഇതിൽ മൂന്നിലും ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അഡോളസൻസ് ബിഹേവിയർ ട്രെൻഡ്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, ജുവനൈൽ ജസ്റ്റിസ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ മെക്കാനിസംസ്, റൈസ് ഇൻ ജുവനൈൽ ജസ്റ്റിസ്, റൈസ് ഇൻ ജുവനൈൽ വയലൻസ് ആസ് സോഷ്യൽ സെക്യൂരിറ്റി ചലഞ്ച് തുടങ്ങിയ തീമുകളിലൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ്, സൊസൈറ്റി, പൊളിറ്റി, എക്കോണമി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉള്ള ന്യൂസുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.